ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വയ്യാതിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ട് വരുന്നേ ഉള്ളൂ. എന്നാലും കംപ്ലീറ്റ് ക്യൂർ ആയിട്ടില്ല കേട്ടോ. ഒത്തിരി സംസാരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് അപ്ഡേറ്റ് കണ്ടു, അത് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അതായത് വേക്കൻസി സിദ്ര ഹോസ്പിറ്റലിൻ്റെയാണ്. അവരുടെ സൈറ്റിലുണ്ട് വേക്കൻസി. രജിസ്ട്രേഡ് ഡയറ്റിക് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേക്കൻസി ഇട്ടിട്ടുണ്ട്. രജിസ്ട്രേഡ് ഡയറ്റിക് ടെക്നീഷ്യൻ, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ഡ്രഗ് സപ്ലൈ കോർഡിനേറ്റർ. ഇതിന് രണ്ടിനെ കുറിച്ചുമാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ഖത്തറിൽ ജോലി നോക്കുന്നവരൊക്കെ സിദ്ര ഹോസ്പിറ്റലിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. അവരതിൻ്റെ അത് വേക്കൻസിയും റിക്വയർമെൻറ്റ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. രജിസ്ട്രേഡ് ഡയറ്റിക് ടെക്നീഷ്യന് ഡിപ്ലോമ മതി. ന്യൂട്രീഷനിലോ അല്ലെങ്കിൽ ഡയറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലുള്ള ഡിപ്ലോമയോ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ്, ഇതാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. പ്ലസ് QCHP ലൈസൻസ് ഒക്കെ എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ഡ്രഗ് സപ്ലൈ കോർഡിനേറ്റർ, അതിനും ഡിപ്ലോമയോ ഡിഗ്രിയോ കഴിഞ്ഞ് ഫാർമസിസ്റ്റിന് അപ്ലൈ ചെയ്യാം. പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. സാപ്പിൽ ERPയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള, പിന്നെ വെയർഹൗസിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഫാർമസിസ്റ്റ് ഡ്രഗ് സപ്ലൈ കോർഡിനേറ്റർ. അപ്പോൾ വേക്കൻസി ഇട്ടിരിക്കുന്നത് സിദ്ര ഹോസ്പിറ്റലാണ്. അപ്പോൾ ജോബ് നോക്കുന്നവർ സിദ്ര ഹോസ്പിറ്റലിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യാം കേട്ടോ. ഡയറ്റിക് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്. പിന്നെ അവരുടെ സൈറ്റിൽ വേറെ കുറേ വേക്കൻസീസ് അവർ ഇട്ടിട്ടുണ്ട്. റിസർച്ചിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും സിദ്ര ഹോസ്പിറ്റലിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, വിൻ ചെയ്യുക, എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.